അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ഒരുപാട് മക്കൾ അബദ്ധത്തിലും അപകടത്തിലും പെട്ട് മരണപ്പെട്ടു. അവരുടെയൊക്കെ മാതാപിതാക്കളുടെ അവസ്ഥ, അവരുടെ ആ ഒരു വേദന എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു അമ്മയുടെ മരണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മക്കൾ മരണപ്പെട്ടാലുള്ള ഒരു മാതാവിൻ്റെ വേദന അത്രക്കുണ്ട് പ്രിയപ്പെട്ടവരെ. മക്കൾ മരണപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കും പടച്ചറബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ഈ അമ്മയുടെ മരണവാർത്ത കേട്ടപ്പോൾ നെഞ്ചിലൊരു എരിച്ചലായിരുന്നു. പടച്ചറബ് നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെയൊന്നും ഉമ്മയില്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. മകൻ മരണപ്പെട്ടു. മകൻ്റെ മരണം താങ്ങാനാവാതെ മണിക്കൂറുകൾ കൊണ്ട് പാവം ഈ ഒരു അമ്മ മരണപ്പെട്ടു പോവുകയാണ്. സഹിക്കാൻ പറ്റാതെ. പ്രായം അത്രയായി. അതുകൊണ്ട് തന്നെ ആ ശരീരത്തിന് ഉൾക്കൊള്ളാനായിട്ടുണ്ടാവില്ല. അടൂരാണ് സംഭവം. വിധി കാത്തുവെച്ച ഇരട്ട വിയോഗത്തിൻ്റെ നടുക്കത്തിലാണ് തായത്തുകുളങ്കട ഗ്രാമം. മകൻ്റെ അപ്രതീക്ഷിതമായ മരണവാർത്തയറിഞ്ഞ് അമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു വീട്ടിൽ 2 മരണം, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ. തായത്തുകുളങ്കട കുരുമ്പേലഴികത്ത് വീട്ടിൽ KK നാരായണൻ നായരുടെ ഭാര്യ സാവിത്രി അമ്മ, മകൻ ഹരിലാൽ എന്നിവരാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരണപ്പെട്ടത്. പൂവാറ്റൂരിൽ സാരഥി ഇലക്ട്രോണിക്സ് എന്ന സ്ഥാപനം നടത്തി വരികയായിരുന്ന ഹരിലാലിന് ഇന്നലെ വൈകുന്നേരമായിരുന്നു കടയിൽ വെച്ച് ദേഹാസ്വസ്ഥമുണ്ടാവുന്നത്. ഉടനെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. പ്രിയപ്പെട്ട മകൻ്റെ മരണവാർത്തയറിഞ്ഞ സാവിത്രി അമ്മ ഇന്നലെ രാത്രിയോടെ ശാരീരിക അസ്വസ്ഥതയുണ്ടാവുകയും തുടർന്ന് അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കുകയുമായിരുന്നു. ആ അമ്മയും മകനും ആ നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മക്കൾ മരണപ്പെട്ടാലുള്ള ഒരു മാതാവിൻ്റെ വേദനയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് എത്ര മാതാപിതാക്കളാണ് മക്കൾ മരണപ്പെട്ട് ഒരു ഭ്രാന്തനെ പോലെ, ഒരു ഭ്രാന്തിയെ പോലെ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത്. അവരേതോ ലോകത്തിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പടച്ചറബ് നൽകുമാറാകട്ടെ. വേറെ ഒരു ചെറിയൊരു മോൻ്റെ മരണമുണ്ട്. എല്ലാവരും ഈ ഒരു പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണം. എനിക്കും നിങ്ങൾക്കും അറിയാത്തവരാണ്. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. പന്തളം കടക്കാട് സയ്യിദ് മൻസിലിൽ ജനാബ് അൻഷാദിൻ്റെ മകൻ സഫറിൻ എന്ന 13 വയസ്സുകാരൻ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. ഇന്ന് പുലർച്ചെ പെട്ടെന്നുണ്ടായ അസുഖത്താലാണ് ഈ പൊന്നുമോന് പടച്ച റബ്ബിലേക്ക് മടങ്ങിയത്. പടച്ച റബ്ബെ, ചെറിയ മോനാണ് റബ്ബെ. സഫറിൻ എന്ന 13 വയസ്സുകാരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് നീ എത്തിക്കണേ റബ്ബെ. പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ഈ പൊന്നുമോൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീൻ ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.